ശ്രീനിവാസൻ്റെ വീട്ടിൽ വെച്ച് എനിക്ക് പറഞ്ഞു ശ്രീനിവാസൻ പറഞ്ഞു അത് ഞാൻ ജോലിയുള്ളതുകൊണ്ട് എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികതരമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന നിതിൻ രാജിൻ്റെ വീട്ടിലാണ്. ഇവിടെ നിന്നും വീട്ടിൽ നിന്നും നെടുമങ്ങാട് ജംഗ്ഷൻ വരെയാണ് ഓടുന്നത്. ജംഗ്ഷൻ വരെ നെടുമങ്ങാട് ജംഗ്ഷൻ വരെയാണ് ഓടുന്നത്. കായിക താരങ്ങളാണ്, 3 കായിക താരങ്ങളാണ് ഓടുന്നത്. അപ്പോൾ ആ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്ന. വീട്ടിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കാം. നമ്മൾ ഓടുന്നത് നിതിൻ രാജിൻ്റെ വീട്ടിൽ നിന്നും നെടുമങ്ങാട് ജംഗ്ഷൻ വരെ ആണ് ഓടുന്നത്. പ്ലക്കാർഡും പിടിച്ചുകൊണ്ടാണ് ഓടുന്നത്. വധശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ഈ അധ്യാപകർക്ക് എന്ന ഇതും പറഞ്ഞുകൊണ്ടാണ് 3 കായിക താരങ്ങൾ ഓടുന്നത്. അപ്പം നമുക്ക് ചോദിക്കാം. ചേട്ടാ, എന്തിനാണ് ഈ ഓട്ടം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിലേക്ക് വേണ്ടി ദേശീയ കായിക താരങ്ങളായ ധനുവച്ചവരം ബാഹുലയൻ, വെങ്ങാനൂർ ശ്രീനിവാസൻ, മുക്കാരേക്കൽ ബിനു എന്നീ കായിക താരങ്ങൾ നെടുമങ്ങാട് കച്ചേരി പടിക്കൽ വരെ ദേശീയ പ്രതിഷേധ മാരത്തോൺ സംഘടിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ കലാലയങ്ങളിൽ ഭാവിക്ക് വേണ്ടി പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിലുള്ള ഒരു ദാരുണ അന്ത്യം സംഭവിക്കാതിരിക്കുന്നതിലേക്ക് വേണ്ടിയും ആ മരണം സംഭാവന ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വധശിക്ഷയോ. ഇന്ന് എത്ര ദിവസമായി പ്രതികളെ പിടിച്ചില്ലല്ലോ? പ്രതികളെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രതിയെ പിടിക്കുന്നതിലേക്ക് വേണ്ടിയും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിലേക്കും വേണ്ടിയാണ് ഈ പ്രതിഷേധ മാരത്തോൺ ഞങ്ങൾ സംഘടിപ്പിച്ചത്. ഇവിടെ നിന്നാണ് സംഘടിപ്പിക്കുന്നത് നിതിൻ രാജിന്റെ ഭവനത്തിൽ നിന്നും കച്ചേരിപ്പടിക്കൽ വരെ നെടുമങ്ങാടാണ്. ഈ സമരങ്ങളുടെ ഈ മാരത്തോൺ ശനിയാഴ്ച സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും നടത്തുന്നതായിരിക്കും. നിതിൻ രാജിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. നിതിൻ രാജിന്റെ മരണത്തിൽ അതിയായ ദുഃഖമുണ്ട്. കലാലയ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു കൊല എന്ന് തന്നെ പറയാം. ആ കൊലയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇത് അവസാനത്തേതായിരിക്കണം. അത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരികയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ കർശനമാക്കുകയും ചെയ്യണം. അധ്യാപകരുടെ ഭാഗത്തു നിന്നും പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രകോപനപരമായ ഈ സമീപനങ്ങൾ തീർത്തും നമ്മൾ അടിച്ചമർത്തപ്പെടേണ്ടതുണ്ട്. അതിനുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും അവർക്ക് തക്കതായ വധശിക്ഷ തന്നെ കൊടുക്കുകയും ചെയ്യണം. ഞാൻ ചോദിച്ചത്, കേരള പോലീസ് ഉണ്ടല്ലോ, ഇത്രയും ദിവസമായിട്ട് ഈ പ്രതികളെ പിടിക്കാത്ത എന്താണ്? അധ്യാപകരെ എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളെ പിടിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് തികച്ചും ഒരു പെറ്റി കേസ് നടക്കുമ്പോൾ പോലും അവരെ അറസ്റ്റ് ചെയ്യുന്ന സമീപനം എടുക്കുന്നു. എന്നാൽ ഇതിൽ നിരുത്തരമായ ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളെ പിടിക്കുകയും അവർക്ക് തക്കതായ ശിക്ഷകൾ കിട്ടുന്ന തരത്തിലേക്കുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും വേണം. നിതിൻ രാജിന് ഇത് അവസാനത്തേതായ ഒരു സംഭവമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഒരു സംഭവം ഈ കലാലയ രാഷ്ട്രീയത്തിൽ ഉണ്ടാവാൻ പാടില്ല. കലാരാഷ്ട്രീയങ്ങളിൽ നമുക്ക് യൂണിയനുകൾ ശക്തമാകണം. അതിന്റെ കുറവുകൾ കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള അധ്യാപകരുടെ പ്രവർത്തനങ്ങൾ ദൃഷ്ടമായ ഈ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. ജാതി ചോദിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അത് തികച്ചും ഈ സമൂഹത്തിൽ തന്നെ തുടച്ചു നിൽക്കേണ്ടതുണ്ട്. അതിനുള്ള കേരളത്തിൽ ഇത് നടക്കുന്നു എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. കേരളത്തിന് തന്നെ അപമാനമാണ്. ആ അപമാനം ഒരിക്കലും ഈ കേരള സമൂഹത്തിന് വെച്ചുപറപ്പിക്കാൻ പറ്റില്ല. ഇതിനുള്ള നടപടികൾ ഉടൻ തന്നെ വമ്പൻ സ്വാപ്പുകൾ ബാക്കിൽ ഉണ്ടോണ്ടില്ലേ പ്രതികളെ ഇതുവരെ തൂക്കാൻ? ഇന്ന് 9 ദിവസം 8 ദിവസം ആയില്ലേ? പ്രതികളെ കേരള പോലീസ് ഏത് പ്രതികളെയും 2 അല്ലെങ്കിൽ 3 ദിവസം പിടിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് എന്താണെന്ന് അറിയില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിയമ നടപടികൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറയുമ്പോൾ നിതിരാജിന് കുടുംബം വാടക ഭവനത്തിലാണ് താമസിക്കുന്നതെന്നും വിവിധ മേഖലയിലുള്ള എല്ലാവർക്കും അറിയാം. കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവർക്ക് വീട് നൽകുക മാത്രമല്ല, ഈ ഭവനത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലിയും കൊടുക്കണം. നിതിൻ രാജിന്റെ കുടുംബത്തിന് 1 കോടി രൂപ കേരള സർക്കാർ സംഭാവന കൊടുക്കണമെന്നാണ് ഈ മാരത്തോൺ പ്രതിഷേധത്തിലൂടെ ഞങ്ങൾ കേരള ജനതയോട് ആവശ്യപ്പെടുന്നത്. ഈ സമരത്തിൽ ഈ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം, എൻ്റെ പ്രിയ സുഹൃത്തുക്കളോടൊപ്പം ഞാനും പങ്കുചേരുന്നു. ഈ സമരം വ്യാപിക്കട്ടെ. ഇതിനുള്ള നിയമ നടപടികൾ എടുക്കുന്നതുവരെയും ഈ സമരം ഈ കേരള സമൂഹത്തിൽ ആളിക്കത്തട്ടെ എന്ന് ഞാൻ പറയുകയാണ്. നിതിൻ്റെ വീടാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മുന്നിൽ. വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. നിതിൻ്റെ വീട്ടിലെ അമ്മയും സഹോദരങ്ങളെല്ലാം അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദുഃഖത്തോടെ അവർ കരയുന്ന ഒരു നമുക്ക് കേൾക്കാനാണ് ഇവിടെ നിന്നപ്പോൾ കാണാൻ സാധിച്ചത്. അതുമാത്രമല്ല, നിതിൻ കണ്ണൂർ ദന്ത കോളേജിലാണ് പഠിക്കാൻ പോയത്. അതിനുശേഷം ചേതനയേറ്റ ശരീരവുമായിട്ടാണ് വരുന്നത്. ഒരു ഡോക്ടറാവാൻ വേണ്ടി പോയതാണ്. പാവപ്പെട്ട വീട്ടിലുള്ളായിരുന്നു. പഠിച്ചൊരു ഡോക്ടറാണെന്ന് ആശയമുണ്ടെന്ന് അച്ഛനും അമ്മയ്ക്കും. മോൻ ഇത്രയും വളർത്തി വലുതാക്കി ഡോക്ടറാവാൻ പോയ മോൻ്റെ ചേതനയേറ്റ ശരീരമാണ് അവസാനമായി നമ്മൾ കാണുന്നത്. കേരളം മൊത്തം കണ്ണീരോടെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി 91 ബാഹുലേ.